കാലമായി നമ്മൾ കേരള സർവകലാപശാല എന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം അങ്ങനെ ഒരു കലാപമൊക്കെ നടന്നിരുന്നു. എന്തായാലും അവിടെ ചില ചട്ടലംഘനങ്ങളൊക്കെ ഉണ്ട്. അത് VC-യുടെ ഭാഗത്ത് തന്നെയാണ് ആ ചട്ടലംഘനങ്ങൾ ഉള്ളത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ചില നീക്കങ്ങൾ അല്ലെങ്കിൽ അസാധാരണമായ ചില നീക്കങ്ങൾ കേരള സർവകലാശാല VC-യുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. സെനറ്റ് യോഗത്തിന് മുന്നേ സ്പെഷ്യൽ സെനറ്റ് വിളിച്ചു. നവംബർ 1 വിളിച്ച സെനറ്റ് യോഗം നിയമവിരുദ്ധമായതോടെയാണ് ഒക്ടോബർ 4 സ്പെഷ്യൽ സെനറ്റ് വിളിച്ചത്. ഗവർണറെ പങ്കെടുപ്പിക്കാൻ ചട്ടം ലംഘിച്ചായിരുന്നു ആദ്യം യോഗം വിളിച്ചിരുന്നത്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, നേരത്തെ 4 മാസത്തിനിടെ സെനറ്റ് യോഗം വിളിക്കണമെന്നായിരുന്നു. പക്ഷേ നവംബറിൽ വിളിക്കുമ്പോൾ ആ 4 മാസം കഴിഞ്ഞു പോകും. പക്ഷേ ഗവർണർ കൂടി പങ്കെടുക്കണം, അതുകൊണ്ടാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ചട്ടലംഘനമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ സെനറ്റ് യോഗം വിളിച്ചുകൊണ്ട് അതിനെ മറികടക്കാനുള്ള നീക്കമാണോ നിലവിൽ VC നടത്തുന്നത്? സൈഫുദ്ദീൻ ജിൽസി അങ്ങനെ തന്നെയാണ്. അതായത് കഴിഞ്ഞ ജൂൺ 17 അവസാനമായി സെനറ്റ് യോഗം വിളിച്ചു ചേർത്തത്. അങ്ങനെയെങ്കിൽ ഒക്ടോബർ 16 ഉള്ളിൽ സെനറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്നുള്ളതാണ് സർവകലാശാല ചട്ടം. ഇത് മറികടന്നാണ് ഗവർണറുടെ സമയം കൂടി പരിഗണിച്ച് നവംബർ 1 സെനറ്റ് യോഗം ചേരാനുള്ള തീരുമാനം VC എടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട കത്ത് VC നൽകുകയും ചെയ്തു. പക്ഷേ അത് ചട്ടലംഘനമാണെന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകുകയും ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും സെനറ്റ് അംഗങ്ങളുടെയും ഒക്കെ ഭാഗത്തു നിന്ന് വലിയ വിമർശനം ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു സ്പെഷ്യൽ സെനറ്റ് യോഗം ചേരാനുള്ള തീരുമാനം VC കൈക്കൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 4 ഈ യോഗം ചേരാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഒറ്റ ഒരു അജണ്ട മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. സെനറ്റ് എന്ന് പറയുന്നത് സർവകലാശാലയുടെ ഏറ്റവും പരമോന്നതമായ ബോഡിയാണ്. ആ ബോഡി ഇങ്ങനെ ഒരു അജണ്ട മാത്രം വെച്ച് സെനറ്റ് യോഗം ചേരാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. 4-ാം തീയതി ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം അജണ്ടയാക്കി എടുത്താണ് ഇപ്പോൾ സെനറ്റ് യോഗം ചേരാനുള്ള തീരുമാനം. കാരണം നേരത്തെ ചട്ടം മറികടന്നാണ് സിൻഡിക്കേറ്റ് തീരുമാനങ്ങളൊക്കെ മറികടന്ന് സിൻഡിക്കേറ്റുമായി ഏറ്റുമുട്ടുന്നതെന്നുള്ള വിമർശനം ഉയർന്നിരുന്നു. അതിനിടയിലാണ് VC-ക്ക് ചട്ടത്തെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഈ ഒക്ടോബർ 4-ാം തീയതി ഇങ്ങനെ ഒരു സെനറ്റ് യോഗം ചേരാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്.